ഒന്നാം ആഴ്ചയിലെ ജയിലിൽ രണ്ടുപേരാണ് എത്തി നിൽക്കുന്നത്. ഇന്നലെ ജയിൽ ഉണ്ടായിരുന്നല്ലോ, എന്തു പറ്റി? എന്നാൽ അതിലൊരു സർപ്രൈസ് ഉണ്ട്. ഗംഭീര പനിഷ്മെൻറ്റുമായിട്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. ബിഗ് ബോസ് ജയിലിലുള്ളവർക്ക് പനിഷ്മെൻറ്റ് കൊടുത്ത് കണ്ടിട്ട് മറ്റു കുടുംബങ്ങളൊക്കെ ചോദിക്കുകയാണ്, ബിഗ് ബോസേ ഈ ഒരു പനിഷ്മെൻറ്റ് ഞങ്ങൾക്ക് കൂടി തരുമെന്ന്. അത്രയ്ക്ക് രസകരമായിട്ടുള്ളൊരു പനിഷ്മെൻറ്റുമായിട്ട് അല്ലെങ്കിൽ ജയിൽ ടാസ്കുമായിട്ടാണ് ഇത്തവണ ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. ബിഗ് ബോസിന് ഇത് എന്ത് പറ്റി? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് മറക്കാതെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. സാധാരണ വ്യാഴാഴ്ചയാണ് ജയിലിലേക്ക് കൊണ്ടുപോയി ഇടാറ്. എന്നാൽ ഇത്തവണ വ്യാഴാഴ്ച ഉണ്ടായിരുന്നില്ല. ഇന്നാണ് വന്നിരിക്കുന്നത്, അതായത് വെള്ളിയാഴ്ച. നമ്മൾ കാണുമ്പോൾ ശനിയാഴ്ചയായിട്ട് കാണും. ഇന്ന് പകലാണ് ബിഗ് ബോസ് ജയിലിലേക്ക് വിട്ടിരിക്കുന്നത്. ഷാനവാസിനെയും റെനയും രണ്ടുപേരെയും ജയിലിലേക്ക് ഇട്ട ഉടനെ തന്നെ അവർക്ക് ജയിൽ ടാസ്ക് വന്നിട്ടുണ്ട്. ജയിൽ ടാസ്ക് അടിപൊളിയായിരിക്കും, കഠിനമുള്ളതായിരിക്കും എന്നൊക്കെ കരുതി എല്ലാ കുടുംബാംഗങ്ങളും കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ വക ഒരു സർപ്രൈസ് പനിഷ്മെൻറ്റിനെ എങ്ങനെ സർപ്രൈസ് എന്ന് പറയുന്നതല്ലേ. പനിഷ്മെൻറ്റ് ഇതാണ്, 100 പ്രേമലേഖനം എഴുതാം. ആർക്കാ എഴുതണ്ടേ? ലാലേട്ടന്. മാത്രമല്ല, ഈ പ്രേമലേഖനത്തിൽ ഒരെണ്ണം ലാലേട്ടൻ വായിക്കുകയും ചെയ്യും. ഇതിൽ കൂടുതൽ ഭാഗ്യം എന്താണ് വേണ്ടതെന്നാണ് ജയിൽ പുള്ളികളായ അല്ലെങ്കിൽ ജയിൽവാസികളായ ഷാനവാസും റെനയും ചോദിക്കുന്നത്. ഇവർക്ക് കഠിനമുള്ള ടാസ്കൊക്കെ ആയിരിക്കും ബിഗ് ബോസ് കൊടുക്കാന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവർക്കൊക്കെ വലിയൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത്. അവർ പറയുന്നത്, ദൈവമേ ഞങ്ങൾക്ക് ഈ പനിഷ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിലും ഞങ്ങളും എഴുതിക്കോട്ടെ ഈ ലെറ്റർ എന്ന്. 100 പ്രേമലേഖനം ഷാനവാസും എഴുതണം, റെനയും എഴുതണം. ഇതിൽ ഒരെണ്ണം രണ്ടുപേരും എഴുതിയ പ്രേമലേഖനത്തിൻ്റെ ഓരോ പതിപ്പ് വീതം ലാലേട്ടൻ വായിക്കും. എവർഗ്രീൻ റൊമാൻറ്റിക് ഹീറോ ആയിട്ടുള്ള ലാലേട്ടന് ഒരു പ്രേമലേഖനം എഴുതാന്നൊക്കെ പറഞ്ഞാൽ എന്ത് രസമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ലാലേട്ടൻ വായിക്കും വീക്കെൻഡ് എപ്പിസോഡിൽ. ഇതിലും കൂടുതൽ ഭാഗ്യം എന്താണ് വേണ്ടത്? എനിക്കിനി ഒന്നും വേണ്ടെന്നാണ് ഷാനവാസ് പറയുന്നത്. എനിക്കിത് മതി. അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ജയിൽ പനിഷ്മെൻറ്റ് ടാസ്ക് ഇത് കണ്ടിട്ട് മറ്റു കുടുംബാംഗങ്ങൾക്ക് അയ്യോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരുടെയൊക്കെ മനസ്സിൽ ഞങ്ങൾക്ക് കൂടി ഒരു പനിഷ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിലോ എന്നാണ്. അത് ചിലരൊക്കെ അടക്കം പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിലോ എന്ന്. എന്ത് പറ്റി ബിഗ് ബോസിന് ഇത്തവണ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പനിഷ്മെൻറ്റ് കൊടുക്കാൻ? എന്തായാലും ജയിലിലേക്ക് കയറേണ്ടത് ജയിലിൽ കുറ്റം ചെയ്തവരാണ്. കുറ്റം ചെയ്യാത്തവരെ ജയിലിലേക്ക് ഇടുമ്പോൾ ബിഗ് ബോസ് അവിടെ അവർക്ക് വേണ്ടി അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തായാലും ടാസ്ക് ഒക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ. പ്രേമലേഖനം എങ്ങനെയായിരിക്കും ഇവർ എഴുതാ? റെനടുത്ത് പ്രത്യേകം മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട്, ലാലേട്ടാണ് കേട്ടോ എഴുതണ്ടേ, മറ്റാർക്കും അല്ല എന്ന്. പ്രേമലേഖനം എഴുതാൻ ഞങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും അവർ അത് ലെറ്ററിൽ ലാലേട്ടിന് വേണ്ടിയിട്ടുള്ള പ്രേമലേഖനത്തിൽ എന്തൊക്കെയായിരിക്കും അവർ എഴുതിയിട്ടുണ്ടാവുക എന്നറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എല്ലാം കാത്തിരുന്നതിനെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ പേജിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി മറക്കാതെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ.